ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജിനുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ഉണ്ടാവില്ല, അത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ഒരുപാടൊന്നുമില്ല, കുറച്ച് ഗിഫ്റ്റുകൾ. നമ്മുടെ ബർത്ത്ഡേ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ റൂമിൻ്റെ കോലം ഇതാണ് അവസ്ഥ. ആകണ്ട അലങ്കോലമായിട്ട് എടുക്കുകയായിരുന്നു. അത് പിന്നെ ഇതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ അടക്കി പറക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. അതിൻ്റെ ഇടയിൽ നമുക്ക് തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും ടൈം കിട്ടുന്നില്ല. പിന്നെ അത് എനിക്ക് പനിയൊന്ന് പിടിച്ചായിരുന്നു, സൗണ്ടൊന്ന് പോയായിരുന്നു, ഇപ്പോഴും കറക്റ്റായിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ടാണ്. ഫസ്റ്റ് തന്നെ തുറന്നത് വണ്ടി ആയതുകൊണ്ട് തന്നെ അജിനുവിന് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാവക്കുട്ടിയൊക്കെ കൊടുത്തു, പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് ഈ വണ്ടി മതി. നമുക്കതാണല്ലോ, ഒരു വണ്ടി ഭ്രാന്താണല്ലോ. പിന്നെ ഞാനും എല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്, അവിടെ ഉണ്ട്. നമ്മൾ അങ്ങനെ വീഡിയോ എല്ലാവരും എടുക്കുന്നില്ല എന്നുള്ളൂ. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് ഇത് തുറക്കാമല്ലോ എന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. ഇന്ന് രാത്രി മൗലൂദും തന്നെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മളിതൊക്കെ ഒന്ന് തുറന്നു നോക്കുന്നത്. കാരണം ഇതൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചാലേ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകെ ബെഡിലൊക്കെ ആകെ അലങ്കോലാക്കിയിട്ട് കഴിഞ്ഞ എല്ലാ സാധനങ്ങളും കൂടെ. പിന്നെ ഇതൊക്കെ തുറക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. ഈ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇല്ല, സ്കാൻ ഏൽപ്പിച്ച് ഇതൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുപ്പത് സെറ്റാക്കി തന്നോളൂ. ഇതുപോലെ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഇനി വേണം അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. ഈ വീഡിയോ ഒക്കെ ശരിക്കും നമ്മൾ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വെച്ചത് തന്നെയായിരുന്നു. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ സൗണ്ട് പോയതുകൊണ്ട് അതാകെ ടാസ്ക്കായി. ഇപ്പോഴും സൗണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ. അജിനുവിനാണെങ്കിൽ വണ്ടി കിട്ടിയ സന്തോഷത്തിലാണ്. അവനതുമ്പോൾ തന്നെ മാറുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ്, വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട്. ഇനി ഇതും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വേണം എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ അവളെ കൊണ്ടാക്കി കൊടുക്കാൻ. അവളെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ പറഞ്ഞ് തലേ ദിവസം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവളെ ഉണ്ടാക്കി കൊടുക്കാൻ. ഈ വണ്ടിമ്മ കിട്ടിയപ്പോൾ അജിന് ഭയങ്കര സന്തോഷമായി. പിന്നെ അവൻ ആകുമ്പോൾ തന്നെ പിന്നെ അവൻ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അവനാണ് അധികം നേരം ഇരിക്കൂല, വേഗം ഇറങ്ങിപ്പോണം. അപ്പോൾ പിന്നെ അത് ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് മറിയും, പക്ഷേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലൊക്കെ ഒന്ന് കാണാം. ഇതെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇത് തുറക്കണ്ട, നാശാവില്ലല്ലോ, അതങ്ങനെ ഇരുന്നോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം, അവനക്കിപ്പോൾ അത് കളിക്കാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ എല്ലാവർക്കും സമ്മതിക്കില്ല. വണ്ടി ആകുമ്പോൾ നമ്മൾ തുറന്ന് നോക്കണം, അതാണ് പറയുന്നത്. അപ്പോൾ ഇയാളെ മോനല്ലേ, അപ്പോൾ അത്രയും വണ്ടി ഭ്രാന്ത് ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് നേരം ആളൊരു ശല്യമില്ല, ആൾ സൈലൻ്റായി. കാരണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കണമല്ലോ. വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് അങ്ങനെയാണ്, പിന്നെ അതിൻ്റെ പിറകെ പൊയ്ക്കോളും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു നല്ല ജീപ്പ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കിക്കോളും. പിന്നെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എപ്പോഴാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ.
നമ്മളിവിടെ ഇത് നോക്കുമ്പോൾ മൂപ്പര് അവിടെ ആ വണ്ടിയുമ്പോൾ തന്നെ കുത്തിരിക്കുകയാണ്. അങ്ങനെ അത് സെറ്റായി എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണ്. അത് സെറ്റായത്രയാണ്. അപ്പം ഇനി കുഴപ്പമില്ല, ഇനി അതേപോലെ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് എടുത്തേക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലാസ്കാക്ക് ഇതൊന്നും കാണണ്ട. ആളവിടെ ആ വണ്ടി എങ്ങനെ തിരിച്ചതിൽ വെക്കാന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതൊക്കെ നോക്കി കഴിഞ്ഞിട്ടും ആളെ പരിപാടി അവിടെ തീർന്നിട്ടില്ല. അതിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അധ്വാനത്തിലാണ് ഈ പെട്ടി എങ്ങനെ മറിച്ചിടാന്ന് ആലോചിക്കാൻ. അപ്പം നമ്മൾ ഇനി വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. ആ കലങ്കോലായില്ലേ, ഇപ്പം എല്ലാം സെറ്റാക്കിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അജിനോൻ്റെ കുഞ്ഞു കുഞ്ഞു ടോയ്സും കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.